ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ടെലിഫോൺ ലൈനിൽ ചേർന്നു. നമസ്കാരം. അങ്ങ് എങ്ങനെയാണ് MGSനെ ഓർമ്മിക്കുന്നത്? ഇത്രയും ആധികാരികമായി ചരിത്രം പറയുന്ന ഒരു ഗവേഷകൻ വളരെ അപൂർവമായി നമ്മുടെ സമൂഹത്തിൽ കാണാറുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെരുമാളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം എന്നെന്നും അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി പരിഗണിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തോളം നമ്മുടെ നാടിന് വേണ്ടി ചരിത്ര രംഗത്ത് സംഭാവന ചെയ്ത മറ്റൊരാളെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പൊതുവെ ഈ എഴുതുന്നതിൽ അലസനായിരുന്നുകൊണ്ടാണ് പല പുസ്തകങ്ങളും പുറത്തു വരാതിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരത്തിൽ വളരെ കൃത്യമായി ഏത് വിഷയത്തെക്കുറിച്ചും, ചരിത്രം മാത്രമല്ല ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹം ആധികാരികമായി അതിന്റെ രേഖകൾ സൂക്ഷിച്ച് അത് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും മറ്റുമൊക്കെ കേരളത്തിൽ ശ്രദ്ധേയമായത് അതുകൊണ്ടാണ്. EMS ഒക്കെ കാലത്ത് EMSനുമായിട്ട് വാർഷികമായി ചരിത്രത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്ന വാക്ക് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ആ ആശയപരമായ അന്നത്തെ തർക്ക വിതർക്കങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം കൊണ്ട് എനിക്കറിയാം. ഒരു നാടിനെ സംബന്ധിച്ച് അതിന്റെ സമഗ്രതയിൽ കാണാൻ ശ്രമിച്ച ആളെന്നുള്ള നിലക്കാണ് എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് താല്പര്യമുള്ളത്. ചരിത്രത്തിൽ അന്ന് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ചുമതലക്കാരനായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു. പക്ഷെ നിയോഗിച്ചെങ്കിലും അദ്ദേഹം അതിന്റെ സ്വാതന്ത്ര്യം ഒരിക്കലും അന്നത്തെ ഭരണകൂടം പറയുന്ന അതുപോലെ ചരിത്രത്തോട് ബന്ധപ്പെടുത്തി എഴുതാനല്ല തയ്യാറായിട്ടുള്ളത്. മറിച്ച് അതിനെയും അദ്ദേഹം പിന്നെ അതിൽ നിന്ന് പുറത്തുപോയി ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങാൻ, ആ വലിയ ചുമതലയിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതനായ സാഹചര്യമുണ്ട്. ഒരു ചരിത്ര പുരുഷനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ സംഭാവന മാതൃഭൂമി പ്രസിദ്ധീകരിച്ച അടിയന്തരാവസ്ഥയിലെ കുറിച്ചുള്ള പുസ്തകം, എൻ്റെ പുസ്തകം ശ്രദ്ധേയമായത്. അദ്ദേഹം അതിന്റെ ഫ്രണ്ടില് ഏറ്റവും ആധികാരിക ചരിത്ര ഗ്രന്ഥമാണെന്ന് സർട്ടിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അത് മാതൃഭൂമി അതിന്റെ കവറിൽ തന്നെ അത് കൊടുക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു ഏതിനെ സംബന്ധിച്ചും ആശ്രയിക്കാവുന്ന ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ എഴുതാനൊക്കെ ഉള്ള ശ്രമത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്. എന്നെ പറ്റി ഒരു സോവനർ അവിടുത്തെ കോഴിക്കോട്ടെ മുസ്ലിം സംഘടനയെല്ലാം കൂടി പിറക്കിയപ്പം അത് ആർക്കും അങ്ങനെ എഴുതി കൊടുക്കാറില്ല. ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു 3 ആഴ്ച മുമ്പ് അത് എഴുതിയത് ഞാൻ ഓർക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാടിനുണ്ടായ നഷ്ടത്തിൽ ഞാനും പങ്കുചേരും. താങ്ക് യു. ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ളയായിരുന്നു ടെലിഫോൺ ലൈനിൽ തുടർന്നത്.